അൾട്രാ ഇൻസ്റ്റിങ് ഗോക്കു വേഴ്സസ് 6 പാർട്സ് നറൂട്ടോ. നമ്മൾ 8 ഫൈറ്റേഴ്സിന് വെച്ചാണ് ഈ ആനിമെ ക്രോസ്വേഴ്സ് ടൂർണമെന്റ് തുടങ്ങിയത്. ആൻഡ് മുഗനായി മാദ്രാനെ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്തു, സുക്കുണാനെ കംപ്ലീറ്റ്ലി ഹ്യൂമിലിയേറ്റ് ചെയ്തു. ആൻഡ് ഇനി ബാക്കി നിൽക്കുന്നത് ആനിമെ ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡിബേറ്റ്സ് ആണ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ഗ്രാൻഡ് ഫൈനൽസ് ഓഫ് ആനിമെ ക്രോസ്വേഴ്സ് ടൂർണമെന്റ് ബൈ റൂമ. ഇന്നത്തെ നമ്മുടെ ഫൈറ്റേഴ്സ് ആണ് അൾട്രാ ഇൻസ്റ്റിങ് ഗോക്കു ആൻഡ് 6 പാർട്സ് നറൂട്ടോ. പ്യുവർ ആനിമെ ലോർ വെച്ച് നോക്കുകയാണെങ്കിൽ ഡ്രാഗൺ ബോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നറൂട്ടോ വേഴ്സിനേക്കാൾ ഇൻഫിനിറ്റ്ലി ഹയർ ആയിട്ടാണ് സ്കെയിൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഗോക്കു ഈസി ആയിട്ട് നറൂട്ടോനെ ഡിഫീറ്റ് ചെയ്യുന്നതാണ് പോപ്പുലർ ഒപ്പീനിയൻ ഉള്ളത്. പക്ഷെ മ്യൂഗൻ ഈ ലോറും നമ്മുടെ ഒപ്പീനിയൻസ് ഒന്നും കെയർ ചെയ്യില്ല. ഇവിടെ ഹിറ്റ് ബോക്സസും ഫ്രെയിം ഡാറ്റയും മാത്രമാണ് മാറ്റർ ചെയ്യുള്ളൂ. ഇതുവരെ ടൂർണമെന്റ് എല്ലാ മാച്ചസും കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നറൂട്ടോ എങ്ങനെയാണ് ഈ ഫൈനൽസിൽ എത്തിയെന്നുള്ളത്. വെറും ലക്ക് കൊണ്ട് മാത്രമാണ് നറൂട്ടോ ഇവിടെ വരെ എത്തിയത്. എസ്പെഷ്യലി നിങ്ങൾ മാദ്ര വേഴ്സസ് നറൂട്ടോയുടെ മാച്ച് കണ്ടാൽ മനസ്സിലാവും. ഫൈനൽസിൽ നറൂട്ടോയ്ക്ക് ആ ലക്ക് ഫാക്ടർ ഉണ്ടാവോ, ആരാണ് ക്രൗൺ എടുക്കാൻ പോകണമെന്നുള്ളത് നമുക്ക് കാണാം. ഫസ്റ്റ് റൗണ്ട് ഓഫ് ഫൈനൽസ് ഓഫ് ക്രോസ്വേഴ്സ് ടൂർണമെന്റ്. ഓക്കെ, നറൂട്ടോ പതിവ് പോലെ ഹെഡ് ബാൻഡ് കെട്ടുന്നു. ഗോക്കു പതിവ് പോലെ നിലത്തേക്ക് വീണ് വരുന്നു. വന്ന ഉടനെ അൾട്രാ ഇൻസ്റ്റിങ് ഓൺ ആക്കിയിരിക്കുകയാണ്. നറൂട്ടോ തീർന്നു. ഞാൻ ഗോക്കുവിനെ സപ്പോർട്ട് ചെയ്യണം ഈ മാച്ചിൽ. ഓക്കെ, ഗോക്കുവിന്റെ ഡയലോഗ് അടി കുറച്ച് ലോങ് ആണ് നമുക്കറിയാം. ഫസ്റ്റ് റൗണ്ട്. ഓക്കെ ഗോക്കു പതിവ് പോലെ തന്നെ ഫസ്റ്റ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഹാൻഡ് കിക്ക് പഞ്ച് അവസാനം മാത്രമാണ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് മാത്രമാണ്. പവറപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാളും. എനിക്ക് പേടിയുള്ള സംഭവം എന്താ അറിയുമോ, നറൂട്ടോടെ മറ്റേ അറ്റാക്ക് ഉണ്ട്, ഫാമിലി റിയൂണിയൻ അറ്റാക്ക്. അതാണ് എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം. അത് 1 ഹിറ്റിൽ എല്ലാവരെയും കില്ല് ചെയ്തുള്ള സാധനം. ഓക്കെ, ഗോക്കു ഒരു ചെറിയ കാമേഹാമ യൂസ് ചെയ്തേക്കാണ്. നറൂട്ടോ അധികം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഗോക്കു വീണ്ടും ഒരു കീ അറ്റാക്കാണ് യൂസ് ചെയ്തത്, ചെറിയൊരു കാമേഹാമ തന്നെ. നറൂട്ടോയുടെ HP പകുതി ആയിരിക്കുകയാണ്, പക്ഷെ ഗോക്കുവിൻ്റെ HP ഒത്തിരി പോയിട്ടുള്ളൂ. നറൂട്ടോ ഷാഡോ പ്ലാൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു രസങ്കാൻ, ചെറിയൊരു രസങ്കാൻ നറൂട്ടോയുടെ വക. ഗോക്കു ആണെങ്കിൽ കീ അറ്റാക്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ രണ്ടാളും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യണമായിട്ട് എനിക്ക് തോന്നുന്നത്. നറൂട്ടോ ഗോക്കുവിൻ്റെ HP ചെറുതായി കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. നറൂട്ടോ കുറേ ഡോഡ്ജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഗോക്കു കീ അറ്റാക്സ് വെച്ചിട്ടാണ് ക്യാച്ചപ്പ് ചെയ്തിട്ടാണ് ഫൈറ്റ് ചെയ്യണത്. ഓക്കെ നറൂട്ടോ വീണ്ടും ഒരു ഷാഡോ പ്ലാൻ പോലെ എന്താ യൂസ് ചെയ്തു. പക്ഷെ ഗോക്കു അൾട്രാ ഇൻസ്റ്റിങ് വെച്ച് ഡോഡ്ജ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മൊമെന്റ്. വിചാരിച്ചല്ലോ ഇനിയൊന്നും പറയാനില്ല. ആര് ജയിച്ചെന്ന് ഇനിയിപ്പോ ഞാൻ കൂടുതൽ കിടന്ന് കൊണ്ടടിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഇങ്ങനെ ക്യൂല് ഇങ്ങനെ വരും. നറൂട്ടോയിലെ എല്ലാ ക്യാരക്ടേഴ്സും ഇങ്ങനെ വാ നെജി, ഹിനാറ്റ. അപ്പുറത്തെ ഗ്രാമപഞ്ചായത്തിലെ ആൾക്കാരും കൂടി വിളിച്ചെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ ആക്കായിരുന്നു. അത്ര പെട്ടെന്ന് നോക്കി കൊടുക്കുന്നു വിചാരിച്ചിട്ട്. ഫസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള ഒന്ന റൗണ്ടിൽ നറൂട്ടോ അത് യൂസ് ചെയ്യൊന്നുമില്ല. എന്തായാലും 2 റൗണ്ടിൽ അടുപ്പിച്ച് നറൂട്ടോ യൂസ് ചെയ്യില്ലായിരിക്കൂലേ. ഗോക്കുവല്ലേ ഈ കിടന്നിങ്ങനെ മറിയണ്. എടാ ഗോക്കു മരിച്ചില്ല മോനെ. വിഷയം നറൂട്ടോന്റെ ഫാമിലി റിയൂണിയൻ ഞാൻ ഗോക്കു മരിച്ചില്ല പിന്നല്ലേ. എടാ പക്ഷെ നറൂട്ടോ രസംഗം ചെയ്ത് കൊന്നടവനെ. ഓക്കെ, പക്ഷെ നമുക്കൊരു ഹോപ്പ് ഉണ്ട്. നറൂട്ടോന്റെ വമ്പൻ ഫിനിഷറിൽ ഗോക്കു തീരില്ല, അത് നമുക്കറിയാം. കമോൺ ഗോക്കു, ഡ്രാഗൺ ബോൾ യൂണിവേഴ്സിന്റെ മാനം രക്ഷിക്കണം. ഞാൻ ഒന്ന് പേടിച്ചു. പെട്ടെന്ന് ക്രിയോന്ന് സ്റ്റക്കായപ്പോ വീണ്ടും രസംഗാനെന്ന് വിചാരിച്ചു. ഇല്ല ഇത് ഗോക്കു പിടിക്കും. അവിടെ ഗോക്കുവിന് HP റീജൻ ഉണ്ട്, പക്ഷെ ഗോക്കു അത് യൂസ് ചെയ്യുന്നില്ല കേട്ടാ. ഓക്കെ, ഗോക്കു എല്ലാ അറ്റാക്സും ബ്ലോക്ക് ചെയ്യാം. പക്ഷെ നറൂട്ടോന്റെ അറ്റാക്സ് ഒക്കെ ഭയങ്കര പവർഫുൾ. ഗോക്കുവിന്റെ HP വലിയ കട്ടകളാണ് ഇങ്ങനെ പോണത്. നറൂട്ടോന്റെ HP തീരെ കുറഞ്ഞിട്ടില്ല കേട്ടാ. ഓക്കെ, ഗോക്കു ഒരു കാമേഹാമ യൂസ് ചെയ്തിരിക്കുകയാണ്. കമോൺ ഗോക്കു കമോൺ. ഓക്കെ, ഗോക്കു വീണ്ടും ഒരു ചെറിയൊരു ചക്ക എന്നുള്ളൊരു അറ്റാക്ക് യൂസ് ചെയ്തു. കമോൺ. ഇല്ല ഇപ്പം ഇവര് വീണ്ടും മാത്രമേ. ഓക്കെ, നറൂട്ടോ കുറച്ച് ഷാഡോ ക്ലോൺസ് ഒക്കെ വെച്ച് കളിക്കുന്നുണ്ട്. പക്ഷെ ഗോക്കു ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഒക്കെ ഒരു ചെറിയൊരു രസംഗാൻ നറൂട്ടോന്റെ വക. ഗോക്കുവിന്റെ HP വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. എടാ ഗോക്കു തോൽക്കൂടാ. ഗോക്കുവിന്റെ HP നോക്ക്. ഗോക്കുവിന്റെ ഫിനിഷർ നറൂട്ടോ ഈസ് തീരുന്നില്ല. പക്ഷെ
ഇത് രണ്ടാളും ഭയങ്കര സ്ട്രോങ് ആട്ടോ. രണ്ടാളും ഫിനിഷറിലൊന്നും തീരുന്നില്ല. സാധാരണ ഈ ഫിനിഷേഴ്സിലൊക്കെ എല്ലാ ക്യാരക്ടേഴ്സും ഒരു തീരണതാ. രണ്ടാളും പവറപ്പ് ചെയ്ത് HP ഫുള്ളാക്കി ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പം നാറൂട്ടോൻ്റെ HP ആണ് ലോ ആയിട്ടിരിക്കുന്നത്. ഗോക്കു ഫൈറ്റ് ചെയ്ത് കമോൺ. ആ തീർന്നു, നാറൂട്ടോ തീർന്നു. അപ്പം സെക്കൻഡ് റൗണ്ട് നമ്മുടെ ഗോക്കു ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഗോക്കു ജയിച്ചിട്ട് മറ്റേ സാധനം കടിച്ചു, തംസപ്പ് കടിച്ചിട്ടാ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടരിയാ. ഓക്കെ, തേർഡ് റൗണ്ട് ഫൈനൽ റൗണ്ടാണ് ഇനിയുള്ളത്. ഇതാണ് ആ മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഓക്കെ, തുടക്കത്തിൽ തന്നെ റൂട്ട് ഒരു രസംഗം പടച്ചിരിക്കുകയാണ്. വീണ്ടും പവറപ്പ്. ടെൻഷനാട്ടാ മക്കളെ. നാറൂട്ടോന്റെ പവറപ്പ് കഴിഞ്ഞിട്ട് സ്ക്രീൻ സ്റ്റക്കായ ഒരു ടെൻഷനാ. ഗോക്കു കമഹമഹ ഒക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു കമഹമഹ, 2 കമഹമഹ അടുപ്പിച്ച് ചെയ്തു. ഗോക്കു വിട്ടു കൊടുക്കുന്നില്ല. നാറൂട്ടോ ഒരു വലിയൊരു മിഡ് സൈസിൻ്റെ ഒരു രസംഗാനാണ് ചെയ്തത്. ഓക്കെ, എനിക്ക് നാറൂട്ടോൻ്റെ പവറപ്പ് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. നാറൂട്ടോൻ്റെ ഫാമിലി അറ്റാക്ക് യൂസ് ചെയ്താൽ ഗോക്കുൻ്റെ HP കുറേ പോകും. പക്ഷെ നാറൂട്ടോ ഗോക്കുൻ്റെ HP ഷേവ് ചെയ്തോളാം. നമുക്ക് ഞാൻ എന്താ ഡുള്ളിടാൻ, പക്ഷേ നാറൂട്ടോൻ്റെ HP അതുപോലെ പോകുന്നില്ല. ഗോക്കു കുറേ കിക്സും പഞ്ചസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ വർക്കൗട്ട് ആവുന്നില്ല. എടാ ഇത് ഗോക്കു ഗോക്കുൻ്റെ ഒരു കാമഹ നാറൂട്ടോ ഒന്ന് ക്യാൻസൽ ചെയ്തു. ഏടാ ഏടാ ഇതെന്ത് ഫൈനലാടാ. അയ്യേ, ചുണ്ണി അറ്റാക്കിലടാ ഗോക്കുവിനെ തോൽപ്പിച്ച്. ചുണ്ണി അറ്റാക്കില്. അയ്യോ, എനിക്ക് വയ്യ. അയ്യേ, എടാ പഞ്ച് കിക്ക് ചെയ്തിട്ടാടാ ഗോക്കുവിനെ തോൽപ്പിച്ച്. നല്ലൊരു ഫിനിഷറിലേക്ക് തോൽപ്പിച്ചൂടാ നാറൂട്ടോ. സത്യം പറയാലോ, ഗോക്കു ജയിക്കുന്ന ഞാൻ വിചാരിച്ച് ശരിക്കും. കാരണം ഇത്രക്കൊരു ക്യാരക്ടറിന് ഭാഗ്യം വരും. ഇവിടെ നിന്ന് തുടങ്ങിയതാ. ഫസ്റ്റ് മാച്ച് തൊട്ട് എന്തുറ്റാ ചുണ്ണി ഭാഗ്യം വെച്ച് ജയിച്ച് ഫൈനലെത്തി. ക്രോസ് ഫെസ്റ്റ് ടൂർണമെന്റിന്റെ വിന്നർ നറൂട്ടോ ആണ് ഗൈസ്. നറൂട്ടോ ഫാൻസ് ആഹ്ലാദിപ്പിൻ. എത്ര പറയാമല്ലോ. ഗോക്കു ആണ് ജയിക്കേണ്ടത്. ഒരു ഫെയർ ഫൈറ്റ് ആണെങ്കിൽ ഇത് ഗോക്ക ജയിക്കുള്ളൂ. ഉറപ്പായിട്ട് ഗോക്കു ജയിക്കുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ആനിമെ ക്രോസ് ഫെസ്റ്റ് ടൂർണമെന്റിന്റെ വിന്നറായി വന്നിരിക്കുന്നത് നറൂട്ടോ ആണ്. ഇതൊരു ഫെയർ റിസൾട്ട് അല്ലാന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. നിങ്ങളിപ്പോൾ ഇനി കമൻറ്റ് ചെയ്യാൻ പോണത് അതാണ്. ഈ സാധനം ഡിലീറ്റ് ചെയ്ത് കളാ, അൺഇൻസ്റ്റാൾ, കമ്പ്യൂട്ടർ തല്ലി പൊളിക്ക്, ഈ സാധനമാണ് കമൻറ്റ് ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയാം. പക്ഷേ മുഖനാണ് എന്താണ് വിന്നർ വന്നത്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇനി നമുക്ക് സെക്കൻഡ് ആനിമെ ക്രോസ് ഫെസ്റ്റ് ടൂർണമെൻറ്റിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.